യെസ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് MLA ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന ആവശ്യമാണ് കോടതിയിൽ അന്വേഷണ സംഘം ഉന്നയിക്കാൻ പോകുന്നത്. അതിൽ എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വിടും എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു MLA കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നപ്പോൾ അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ പ്രസന്നവദനാണ്. ആ ചിരി മുഖത്തുണ്ട്. കഴിഞ്ഞ 2 ദിവസവും രാത്രി ജയിലിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. 3ാമത്തെ പീഡന പരാതിയിൽ, ബലാത്സംഗ പരാതിയിലാണ് അതിനിർണായക നീക്കത്തിലൂടെ ക്രൈംബ്രാഞ്ച് സംഘം ഹോട്ടൽ മുറിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുക്കുകയും അതിന് പിന്നാലെ തന്നെ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെ 2 ആഴ്ചത്തെ റിമാൻഡിൽ വിടുകയായിരുന്നു കോടതി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. യെസ്, ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, MLA പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. പോലീസ് വാഹനത്തിൽ കോടതിയിൽ കൊണ്ടുപോവുകയാണ്. പതിവ് പോലെ തന്നെ ആ ചിരി MLA യുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഒരു പ്രതിഷേധ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ജയിലിന് പുറത്ത്? ഞാനിപ്പോൾ ഉള്ളത് കോടതിക്ക് പുറത്താണ്. രാഹുലിനെ ജയിലിൽ നിന്നും ഇറക്കി എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. ജയിലിൽ നിന്നും ഇറക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയമെടുക്കും ഈ തിരുവല്ല കോടതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അവിടെ നിന്നും നേരിട്ട് ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെയും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പരിസരത്ത് കൂടുതൽ പോലീസിനെ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. ശരി, എത്ര മണിയോടുകൂടിയാണ് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുക ലിജോ? കോടതി ഇരിക്കുക 11 മണിയോട് കൂടെയായിരിക്കും. കഴിഞ്ഞ ദിവസം ഈ രാഹുലുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത് മറ്റ് കേസുകൾ ദിവസേനയുള്ള ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന കേസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാന കേസായിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം വലിയ സുരക്ഷ ഒരുക്കി രാഹുലിനെ പോലെ ഒരാളെ കോടതിയിൽ എത്തിക്കുന്ന സമയത്ത് അധികം സമയം അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ ആൾ കൂടുകയും പ്രതിഷേധങ്ങൾ കൂടുതൽ കടക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യമേ തന്നെ ഈ കേസ് പരിഗണിച്ച കസ്റ്റഡി അപേക്ഷയിൽ തീർപ്പാക്കിക്കൊണ്ടൊരു നടപടിയിലേക്കായിരിക്കും കോടതി കടക്കുക. യെസ് ലിജോ, എന്താണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായി അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്? ഈ കസ്റ്റഡി അപേക്ഷ, അതായത് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഈ കസ്റ്റഡി അപേക്ഷ 5 ദിവസത്തേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 7 ദിവസത്തേക്ക് ആവശ്യപ്പെടുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 5 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അഭിഭാഷകരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി അവർ ഉന്നയിച്ചിരിക്കുന്ന ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ആദ്യം ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുന്ന സമയത്ത് രാഹുൽ അത് കൃത്യമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോദ്യങ്ങളോട് പലതും നിസ്സഹകരണം മാത്രമായിരുന്നു. രാഹുലിന്റെ ഒരു മറുപടി എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഈ കേസിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടത്തിയിരിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ്. അവിടെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. 5 ദിവസത്തേക്ക് ആവശ്യപ്പെടുമ്പോൾ 3 ദിവസമെങ്കിലും ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കോടതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും കസ്റ്റഡി അപേക്ഷയെ രാഹുലിന്റെ അഭിഭാഷകർ എതിർക്കും. കൃത്യമായി ഈ വൈദ്യപരിശോധനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി സഹകരിച്ച ഒരാളെ എന്തിനാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ഇനി ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയായിരിക്കും അവർ ഉന്നയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ബലാത്സംഗ കേസ് ഉൾപ്പെടെ ചുമത്തിയ ഒരു കുറ്റം ഉൾപ്പെടെ ചുമത്തിയ ഒരു കേസിൽ കസ്റ്റഡിയിൽ നൽകുക എന്ന് പറയുന്നത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയാണ്. എത്ര ദിവസത്തേക്ക് എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും തീരുമാനം ഇനി എടുക്കേണ്ടത്. യെസ് ലിജോ, അവിടെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കോടതി പരിസരത്ത് പ്രതിഷേധമുണ്ടായി. DYFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി എന്നൊക്കെ അറിയുന്നുണ്ട്. അവിടെ കോടതി പരിസരത്തും ഒരു പ്രതിഷേധ സാധ്യതയുണ്ടോ? ഈ കോടതി ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല കോടതിയിലാണ്. തിരുവല്ല കോടതിയിലും ഈ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പോലീസുകാരെ, അതായത് സമീപത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ പോലീസുകാരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയാണ് ഇവിടെയും ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിഷേധ സാധ്യത എന്തായാലും കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രതിഷേധവുമായി ഇവിടേക്കും ഈ മറ്റ് വിവിധ, അതായത് DYFI പ്രവർത്തകരും ഒപ്പം ABVP-കാരും BJP
പിക്കാരും ഒക്കെ എത്തുന്നതിനുള്ള ഒരു സാധ്യതയും എന്തായാലും മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇയാളെ റിമാൻഡിന് തൊട്ടു മുൻപ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന സമയത്ത് പോലും ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും വലിയൊരു പ്രതിഷേധമായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുന്നു.